ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. വീട്ടിൽ ചിലപ്പോൾ പച്ചക്കറി കൊട്ടം ഇങ്ങട് കാലിയാവും. കറി വെക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അന്നേക്കുള്ളത് അന്നേക്ക് കൊണ്ടുവന്നേ തീരൂ. അങ്ങനെ ദാ മക്കളെ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വിശേഷം തുടങ്ങാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ ദാ ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത്. ദോശ പറഞ്ഞാൽ ഇത് മസാല ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കട്ടിയിലാണ് ഞാൻ ചുട്ടെടുക്കണത്. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിരുന്നു ഇത് ശരിയായി കിട്ടൂലേ പടച്ചോനെന്ന്. പക്ഷേ നല്ലോണം ഒന്ന് വേവിച്ചപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നാളികേരം ഇല്ലാത്തതുകൊണ്ട് ചട്നി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഉള്ളിയും തക്കാളിയും ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ്ടാണ് കറി ഉണ്ടാക്കണത്. നമുക്കിപ്പോൾ എപ്പോഴും എല്ലേതും തിന്നാൻ കിട്ടിക്കോണമെന്നും ഉണ്ടാവില്ല. ഉള്ളോണ്ട് ഓണം പോലെ അങ്ങനെ കഴിച്ചു കൂട്ടാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല മക്കളെ, വാങ്ങാനും തിന്നാനൊക്കെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വീട് പണി ഇങ്ങനെ നിൽക്കുന്നത് തന്നെ നമ്മൾ കരുതിയാണ് കേട്ടോ പൈസ തന്നെ ചിലവാക്കണത്. അതിനിപ്പോൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ കാര്യത്തിലല്ല, അതെന്തിനും ഏതിനും കേട്ടോ. കുറേ കാലമായാണ് നമ്മൾ പെരപ്പണിമക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കി തീർക്കണം എന്നൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട് മക്കൾ. അപ്പോൾ ചിലവ് ഇങ്ങോട്ട് കുറച്ചാണ്ട്, ചിലവിൻ്റെ കാര്യത്തിലല്ല, ഇനിയിപ്പോൾ ഡ്രസ്സ് വാങ്ങണ കാര്യത്തിലൊക്കെ ആണെങ്കിലും എല്ലേതും ഇങ്ങോട്ട് കുറച്ചാണ്ട് നമ്മൾ പൈസ ഇങ്ങോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ വേണ്ടി നോക്കണം. പക്ഷെ എങ്ങനെ നോക്കിയാലും ഇങ്ങോട്ട് ആയി കിട്ടൂല. എന്തായാലും ഒരിക്കലും പടച്ചോൻ നമ്മളെ കാണാതിരിക്കൂലല്ലോ. അങ്ങനെ നമ്മളെ വീടും കയറാതെക്കൂല. ഏതായാലും ഇതാ ഞാൻ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല കനമുള്ള കൊള്ളി നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വേണം തിരുമ്പാൻ നിൽക്കാൻ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കട്ടെ മക്കളെ. ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലേ കേട്ടോ. കുറേ കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട്. മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതാ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കഴുകട്ടെ. കല്യാണപ്പണികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളെ വീട്ടിലും വേണമല്ലോ തുടങ്ങാൻ. നമ്മളെ ഏട്ടൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു കേട്ടോ. പക്ഷേ ഓഡിറ്റോറിയം കിട്ടിയില്ല. അതന്നെ കല്യാണം തീരുമാനിച്ചതിന് അടുപ്പിച്ച് തന്നെ ഓഡിറ്റോറിയം കിട്ടുമല്ലൊക്കെ നോക്കിയിരുന്നു. അപ്പോഴാണ് അവിടെയൊക്കെ ആളായിട്ടുണ്ട്, കല്യാണമുണ്ട്, അന്നത്തെ ദിവസം തിരക്കാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് വീട്ടിൽ കല്യാണം ആക്കിയത്. ഇപ്പോൾ വല്ലാണ്ട് വീട്ടിലൊന്നും ആരും കല്യാണം ആക്കൂലല്ലേ. എന്നാലും ഓഡിറ്റോറിയം കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിലെങ്കിൽ വീട്ടിൽ. ഇവിടെ രാജുവിന് ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞത് ഇവിടെ വീട്ടിൽ വെച്ചാണ്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞാൽ കല്യാണമൊക്കെ ആകുമ്പോഴത്തേനും വീടൊക്കെ ഒന്ന് ഉഷാറാക്കൂലേ. ഞാൻ ഈ ഒരു കല്യാണം, അതായത് ഏട്ടൻ്റെ കുട്ടീൻ്റെ കല്യാണം ആകുമ്പോഴത്തേനും നമ്മളെ ഈ പുതിയ വീട്ടിൽ കൂടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളേന്ന് കേട്ടോ. പക്ഷെ എവിടെ അതൊന്നും നടന്നില്ല. എല്ലാത്തിനും വേണമല്ലോ മക്കളെ പൈസ. പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല. വെറുതെ ഇപ്പം നമ്മളെ പണികളൊന്നും തീരൂലല്ലോ. അപ്പം നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടായിക്കോണമെന്നും ഉണ്ടാവില്ല. നമുക്ക് അതിനനുസരിച്ച് ചിലവും കാര്യങ്ങളും പലതും ഉണ്ടാകും. ചിലവും കാര്യങ്ങളും മാത്രം ആവില്ല കേട്ടോ. അല്ലാത്ത ലോൺ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ ഇത്രയും നിന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു കാലം പടച്ചോ നമ്മളെ കാണാതെ നിൽക്കില്ലല്ലോ എന്ന്. അപ്പോൾ ഇതാ ഞാൻ പാല് കൊണ്ടുവരാൻ പോയതായിരുന്നു കേട്ടോ. പാല് അവിടെ പുതിയ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെക്കാനാണ് ഞാൻ പറഞ്ഞത്. രാവിലെ കൊണ്ടുവരും കേട്ടോ. ഞാനതാ വന്നപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അരി പറഞ്ഞാലേ പീടികയിൽ നിന്ന് കൊണ്ടുവന്ന അരിയും കുറച്ച് മട്ടരി ഉണ്ടായിരുന്നു കേട്ടോ, റേഷൻ കടയത്തെ. അപ്പോൾ അത് രണ്ടും പാടെ മിക്സാക്കി ഇട്ട് കൊടുക്കുകയാണ്. അത് രണ്ടും പാടെ ഒരേ അളവിന് എടുത്തുകൊണ്ടാണ് കേട്ടോ അരി ഇട്ട് കൊടുക്കണത്. അരി ഞങ്ങൾ ചാക്കരി കുറവാണെങ്കിൽ അങ്ങനെയൊക്കെ കാട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒന്നെന്നെ വേണം ഇട്ട് കൊടുക്കാൻ. ഒരു ചാക്കരി ആണെങ്കിൽ ചാക്കരി, അല്ലെങ്കിൽ മട്ടരി ആണെങ്കിൽ മട്ടരി. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടും കേട്ടോ. കുറവാണെങ്കിൽ രണ്ടും പാടെ ഒന്നിച്ച് ഇടും. ഇനിയിപ്പോൾ അത് രണ്ടും പാടെ ഒരേ വേവിൽ കിട്ടുമോ എന്നായ സംശയം. കിട്ടായ്മ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്ത് കിട്ടും. എനിക്കങ്ങനെ കിട്ടലുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെ എനിക്കറിയില്ല. അപ്പോഴത്തേന് മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഓൽക്ക് ചായ കൊടുക്കട്ടെ കേട്ടോ. പാല് തിളപ്പിച്ചാണ്ട് രാവിലെ കൊണ്ടുവരുന്ന പാൽ അപ്പം തന്നെ തിളപ്പിക്കും കേട്ടോ. അപ്പം തന്നെ പറഞ്ഞാൽ മക്കളൊക്കെ എണീറ്റതിൻ്റെ ആ ഒരു സമയത്ത് തിളപ്പിക്കും. പിന്നെ ഹോർലിക്സിൻ്റെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. 10 രൂപേൻ്റെ പാക്ക് ഉണ്ടല്ലോ, അത് 2 പാക്ക് കൊണ്ടുവന്നേന്നു. ഒന്ന് ഇതാക്കണ ഞാൻ ഒന്നെടുത്തിട്ടുള്ളൂ. ഒരു ദിവസം ഒരു പാക്ക്, ദിവസമല്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരിക്കൽ. പിന്നെ അതാ ദോശയ്ക്കുള്ള കറി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ ചായ കുടിക്കാൻ വന്നേന്നു. അങ്ങനെ ഞാൻ ദോശയും കറിയും കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളിക്കറി തന്നെയാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഞാൻ
വീഡിയോ എടുത്തത് വൈകുന്നേരത്താണ് മക്കളെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കറിക്കൊന്നും ഇല്ലേന്നു. അപ്പോൾ വൈകുന്നേരത്ത് കറി വെക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഉള്ളിയും തക്കാളിയും വെണ്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പച്ചമീനും ഉണ്ട് കേട്ടോ. മീൻ വാങ്ങിയിരിക്കണ് കാരണം മീൻ തിന്നിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. മീൻ പറഞ്ഞാൽ വീട്ടിലിപ്പോൾ വല്ലാണ്ട് വാങ്ങലൊന്നുമില്ല കേട്ടോ. കണ്ടോ പച്ചക്കറി കൊട്ട കണ്ടില്ല, അതിൽ കുറേ ഉണങ്ങിയ വെണ്ടക്ക ഉണ്ട്. അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കണം. പിന്നെ അതാ അയിലയാണ് കേട്ടോ മീൻ. അത് കറി വെക്കുക പൊരിക്കുക എന്തെങ്കിലുമൊക്കെ കാട്ടണം. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കടി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ പൂളപ്പൊരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കടി. പിന്നെ ഉച്ചക്കത്തൊന്നും ഞാൻ വീഡിയോ എടുക്കാത്ത വേറെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് അടിക്കാൻ കൊടുക്കാൻ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്നൊക്കെ ഉറങ്ങി. പിന്നെ സൂര്യമോൾ അംഗൻവാടിക്ക് പോയെന്നല്ലോ, ഓൾ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ഓരോ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വൈകുന്നേരത്തെ ഓരോ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. മുറ്റടിക്കാൻ എന്നൊക്കെ പറഞ്ഞ പോലെ. പിന്നെ ഇതാക്കണ ഞാൻ രാത്രി വെള്ളം വന്നിട്ട്, രാത്രി വെള്ളം വരിക പറഞ്ഞാൽ 7 മണി 7:30 ചിലപ്പോൾ 8 മണിയാവും. അങ്ങനെ വെള്ളം വന്ന സമയത്ത് ഇതാ കുടമൊക്കെ ഒന്ന് അരച്ച് കഴുകിയതിന് ശേഷം ബക്കറ്റിലൊക്കെ വലിയ ബക്കറ്റിലൊന്നും വെള്ളം ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ഒലിമ്പിച്ചിന്തിയാണ്ട് വെള്ളമാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ ഇതാ രാത്രി ആയതുകൊണ്ട് വല്ലാണ്ട് ക്ലിയർ ഇല്ല. പിന്നെ നമ്മളെ ഫോൺ പറഞ്ഞാലും വല്ലാണ്ട് ക്ലിയർ ഇല്ലല്ലേ കാണാൻ. എന്തായാലും നമ്മൾക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ നല്ലൊരു ഫോണൊക്കെ വാങ്ങാൻ ആഗ്രഹമുണ്ട്, വാങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഈ മീൻ നന്നാക്കി കൊണ്ടുവന്നാണ്ട് ഇതിനെ അങ്ങോട്ട് തീരുമാനമാക്കട്ടെ കേട്ടോ. ഒന്നില്ലെങ്കിൽ കറിവെക്കും, ഒന്നില്ലെങ്കിൽ വറക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഇതാ മക്കളെ ഞാൻ മീൻ നന്നാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെ വെള്ളാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാനൊരു കുഞ്ഞ് തക്കാളി കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ അറിയോ, കടുക് ഇട്ടാണ്ട് തക്കാളിയൊക്കെ വേവിച്ചാണ്ട് ഒരു നുള്ളു മല്ലിയിലയും കറിവേപ്പില ഇട്ടാണ്ട് രസം ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഒരു സിമ്പിൾ രസത്തിൻ്റെ പോലെ ഒന്നല്ല, എന്നാലും മല്ലിയിലൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ചൊയൊക്കെ വന്നിക്കണം. പിന്നെ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് മീൻ മസാല ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സിമ്പിളായിട്ടൊരു കുഞ്ഞ് കറി ഉണ്ടാക്കി കേട്ടോ. ഇതിലിതാ വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ചാണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടാണ്ട് കുഴച്ച് വെച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ആക്കും പോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ രാത്രിയത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. അയില പൊരിച്ചതും പിന്നെ തക്കാളി കൊണ്ട് ഒരു കുഞ്ഞ് കറി. അതിൻ്റെ ഇടയിൽ മക്കൾ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. രാത്രിയല്ലേ മീൻ കൊണ്ടുവന്നത്, അപ്പോൾ ആ കൊണ്ടുവരുന്ന സമയത്തല്ലേ ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ വെള്ളം വന്നാൽ വെള്ളമാക്കാൻ നിൽക്കണം. അങ്ങനെ ഞാൻ വിഷ്ണുവിന് ചോറ് വേണം പറഞ്ഞു. വിഷ്ണുവിന് ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ, കറി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മീൻ വറുത്തതും കൂടെ ഇടട്ടെ. അപ്പോൾ രാത്രിയത്തെ വിഭവങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞാൽ വല്ലാണ്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ബുധനാഴ്ച അല്ലേ, എന്നാണെങ്കിൽ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. വിഷ്ണു ഇതാ സ്കൂൾക്ക് പോകണമെങ്കിൽ ഇപ്പോൾ സൂര്യമോളെ കൊണ്ടാക്കാനും നോക്കട്ടെ കേട്ടോ. ചെരുപ്പ് കയ്യിലല്ല പിടിക്കൽ, ചെരുപ്പ് ഇടലാണ് ചെയ്യൽ. അതിന് അടിയാണ് എനിക്ക്. എന്താന്നോള് ചെരുപ്പ് ഇടാതെ തുള്ളി തുള്ളി ചാടി നടക്കുക. അതെനക്ക് ഇഷ്ടം. എന്നാ ഇനി ചെരുപ്പ് വേണ്ട, ഇനി പുതിയ ചെരുപ്പ് വാങ്ങണ്ടല്ലോ. ഇത് ചെരുപ്പ് ഇടൂലേ? നാളെ ജൻ ചെരുപ്പ് ഇടുന്നില്ലല്ലോ. ഒരു ഹായ് എടുത്തോട്ടെ. ഇങ്ങോട്ട് സൂര്യ കിളികൾ പോയി. ഇങ്ങോട്ട് നോക്ക്, അമ്മൻ്റെ ഇങ്ങോട്ട് നോക്ക്. ഇനി ഒരു ഹായ് എടുത്താ ഒരു ഇങ്ങോട്ട് നോക്കി കൊടുക്ക്, ഒരു ഹായ് കൊടുക്ക്. ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ സൂര്യമോളൊക്കെ അംഗൻവാടിയിൽ കൊണ്ടാക്കി വന്നാണ്ട് എനിക്ക് കുറേ മടക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അലക്കി കൊണ്ടുവന്നാണ്ട് അതേപടി കസാരയിൽ വെച്ചതാണ്, പിന്നെ മടക്കി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാനതൊക്കെ മടക്കിയൊക്കെ നിന്നു. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്താലോ വിചാരിച്ചുകൊണ്ട് ഞാൻ പുതിയ വീട്ടിൽ വന്നിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഫോൺ വിളിച്ചത്. ഓൾക്ക് വീട് പണിയുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമല്ലേ. വീട് പണി, വീട് കൂടിയിരിക്കുക, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അമ്മക്കും വലിയൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് പച്ചക്കറി വണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പച്ചക്കറി വാങ്ങണമല്ലോ, ഇന്നലെ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാലും അത് തികയൂല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആൾക്കാരുള്ളതല്ലേ, ആളുള്ളതല്ലേ, കൂട്ടുകുടുംബമല്ലേ. അപ്പോൾ പച്ചക്കറി കുറച്ച് വാങ്ങട്ടെ എഴുതി അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയതിൻ്റെ ബാക്കിൽ തന്നെ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി എന്നോട് ചോദിച്ചു പൈസ ഉണ്ടാവുമോ പച്ചക്കറി വാങ്ങാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ പൈസ ഉണ്ടല്ലോ, 100 രൂപ ഉണ്ട്, ഇത് മതി, ഇതിനുള്ളത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടോ.
അപ്പോൾ ഇതാ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ചേച്ചി പറഞ്ഞത്. ഞാൻ പച്ചക്കറി വാങ്ങിയത് പറഞ്ഞാൽ ഉള്ളി, തക്കാളി, കിഴങ്ങ്, വെണ്ടക്ക പറഞ്ഞാണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ പൈസ അങ്ങനെ പിടിക്കലൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഉണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ അങ്ങനെ കൊടുക്കലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സ് നോക്കിയിട്ടോ, അപ്പോൾ അതിലാകെ 100 രൂപ കാണുന്നുള്ളൂ. അപ്പോൾ അതെടുത്താണ്ടാണ് ഞാൻ പച്ചക്കറി വാങ്ങണത്. അതോടെ ഞാൻ ചേച്ചിനോട് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, നിങ്ങൾ തരണ്ട, ഈ ഒരു പൈസ മതി ഇതിനോട് ഞാൻ വാങ്ങാൻ കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചേച്ചി അങ്ങോട്ട് വന്നത്. ഇന്ന് പിന്നെ ആ മത്തനും കൂടെ വാങ്ങിക്കോളി പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞത് ഞാൻ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കണം, നിങ്ങൾ ആ മത്തൻ വാങ്ങിക്കോളി പറഞ്ഞു. ചേച്ചിക്കാണെങ്കിൽ മത്തൻ കണ്ടിട്ട് വാങ്ങാഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങേറ്. അങ്ങനെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇതാ കൊണ്ട് ഞാൻ പോരുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ 100 രൂപയും കൊടുത്ത് പോരുകയാണ്. അപ്പോൾ ചേച്ചി മത്തൻ വാങ്ങാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ച് പോയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ മത്തൻ വാങ്ങി പോരുമ്പോൾ ഇതാ ഈ ഒരു കവർക്ക് ഈ കവറും കൊണ്ട് പോര്, ഞാൻ നടക്കുകയാണ് എന്നാലും പറഞ്ഞു. ആ കവറ് ഞാൻ അവിടെ വെച്ചാണ്ട് ചേച്ചി ഇനിയിപ്പോൾ മത്തൻ വാങ്ങാൻ നിൽക്കല, അത് വാങ്ങിയാണ്ട് ഇങ്ങോട്ട് പോകുന്നോളും കരുതി ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ. ഈ ഒരു പച്ചക്കറിക്കാരൻ്റെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം വാങ്ങുകൊണ്ട് തന്നെ എല്ലാ ബുധനാഴ്ച നമ്മൾ പച്ചക്കറി വാങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീടും വിശേഷങ്ങളൊക്കെ. കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലിട്ടോ. ഇനി എന്തായാലും അടുത്തൊരു നല്ല വിശേഷങ്ങളും വീഡിയോ ഒക്കെ കാണുന്നവരേക്കും ടാറ്റാ ബൈ.